അർജന്റീന കൊളംബിയ പോരാട്ടം മത്സരം 66-ാം മിനിറ്റിലേക്ക് പിന്നിടുകയാണ്. ആദ്യ പകുതിയിലേറ്റ പരിക്ക് ലിയണൽ മെസ്സിയെ രണ്ടാം പകുതിയിൽ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിലെല്ലാം തന്റെ കണങ്കാലിനേറ്റ പരിക്ക് വകവെക്കാതെ ലിയണൽ മെസ്സി കളത്തിൽ തുടർന്നെങ്കിലും മത്സരത്തിന്റെ 66-ാം മിനിറ്റിൽ ലിയണൽ മെസ്സിക്ക് പരിക്ക് മൂലം കളത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. ഏറെ വൈകാരികമായിക്കൊണ്ടാണ് ലിയണൽ മെസ്സി കളിക്കളത്തിൽ നിന്നും ഡഗ്ഔട്ടിലേക്ക് നടന്നു നീങ്ങിയത്. ഡഗ്ഔട്ടിലെത്തിയ ലിയണൽ മെസ്സി പിന്നീട് പൊട്ടിക്കരഞ്ഞു. ഓരോ ആരാധകരും അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ രാജ്യത്തിനു വേണ്ടി അവസാന കോപ്പ മത്സരം കളിക്കുന്നു എന്നതിലുപരി ഈ ഫൈനൽ പോരാട്ടത്തിൽ തന്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ഇനി സഹായിക്കാൻ കഴിയില്ലല്ലോ എന്ന ഉത്കണ്ഠയും മെസ്സിക്ക് വന്നു കാണണം. അതുകൊണ്ട് തന്നെയാവാം അയാൾ ഡഗ്ഔട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞത്. ഒടുവിൽ മത്സരം അവസാനിക്കുമ്പോൾ മത്സരഫലം തങ്ങൾക്ക് അനുകൂലമായി മാറി. ലൗതാറോ മാർട്ടിനസിന്റെ ഒറ്റ ഗോളിൽ അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടമുയർത്തി. ലിയണൽ മെസ്സി തന്റെ കരിയറിലെ രണ്ടാം കോപ്പ കിരീടമാണ് കൊളംബിയക്കെതിരെയുള്ള ഈ ഒരു വിജയത്തോടു കൂടി സ്വന്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ലിയണൽ മെസ്സിയുടെ കരിയറിലെ അവസാന കോപ്പ അമേരിക്ക മത്സരമാണ് നമ്മൾ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ കൊളംബിയക്കെതിരെ കണ്ടത്. അതിനാൽ തന്നെയാണ് ലിയണൽ മെസ്സി പരിക്കേറ്റ് പുറത്തായതിനു ശേഷം ഡഗ്ഔട്ടിൽ ഇരുന്നു കൊണ്ട് ഏറെ വൈകാരികമായി പൊട്ടിക്കരഞ്ഞത്. ഡഗ്ഔട്ടിൽ ലിയണൽ മെസ്സി പൊട്ടിക്കരയുന്ന ആ ഒരു കാഴ്ച ഏതൊരു മെസ്സി ആരാധകന്റെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. മത്സരത്തിന്റെ 66-ാം മിനിറ്റിൽ ലിയണൽ മെസ്സി തന്റെ കണങ്കാലിനേറ്റ പരിക്ക് മൂലം കളത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഏതൊരു അർജന്റീന ആരാധകനും അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കളത്തിൽ നിന്ന് പിന്മാറുന്ന ലിയണൽ മെസ്സിക്ക് ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ അർജന്റീന ആരാധകർ സ്റ്റാൻഡിംഗ് ഓവേഷനോട് കൂടി തന്നെയാണ് കളത്തിന് പുറത്തേക്ക് യാത്ര അയച്ചത്. ലാറ്റിൻ അമേരിക്കയിൽ ഇനിയും പല കോപ്പ ടൂർണമെന്റുകളും വരും. എന്നാൽ ഇതുപോലൊരു താരം ഇനി കോപ്പയിൽ ഉദയം ചെയ്യുമോ എന്നതാണ് സംശയം. എന്തായാലും ലിയണൽ മെസ്സി തന്റെ കരിയറിലെ അവസാന കോപ്പ ടൂർണമെന്റ് കളിച്ചു കഴിഞ്ഞു. ഇനി ആരാധകർക്ക് അറിയേണ്ടത് 2026 ലോകകപ്പിൽ അർജന്റീൻ ദേശീയ ടീമിനെ നയിക്കാൻ ലിയണൽ മെസ്സി ഉണ്ടാകുമോ എന്നതാണ്. എന്തായാലും ഇനി നമുക്ക് ലിയണൽ മെസ്സിയുടെ ആ ഒരു ഉത്തരത്തിന് വേണ്ടി കാതോർത്തിരിക്കാം.